നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് റെഡിമെയ്ഡ് ആയിട്ടുള്ള ഒരു ബ്ലൗസ് വന്നിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ ബോഡി ഫുള്ള് ഇങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരു എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു സെൽഫ് പ്രിൻ്റ് എന്നൊക്കെ പറയുന്ന പോലെ സെൽഫായിട്ടുള്ള എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു നല്ല ടൈപ്പ് ബ്ലൗസാണ്. ഇതിനെപ്പറ്റി ഞാൻ ഓരോ പ്രാവശ്യം ബ്ലൗസ് കാണിക്കുമ്പോൾ ഞാൻ പറയുന്ന, നിങ്ങളിത് ബിഗിനിങ് എങ്കിലും ഒന്ന് കേട്ടിട്ടേ ബ്ലൗസ് പർച്ചേസ് ചെയ്യാവുള്ളൂ. കാരണം ഇതെല്ലാം പറഞ്ഞാലും പിന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും. ഇതിപ്പം സ്ക്രീനിൽ നിങ്ങൾ കാണുക 2XL അപ് ടു 2XL എന്ന് പറഞ്ഞാൽ 2XL വരെയുള്ളവർക്ക് വാങ്ങിക്കാം. ഇതിന് മീഡിയം, ലാർജ്, XL, XXL എന്ന് പറഞ്ഞാൽ 2XL വരെ ഓരോന്നിനും പെറുക്കി സൈസസ് ഇല്ല. ഈ ഒറ്റ സൈസേ ഉള്ളൂ. അത് 2XL വരെയുള്ളവർക്ക് ഇടാം. മനസ്സിലായില്ലേ? നമ്മൾ ഫ്രീ സൈസ് എന്ന് പറയില്ല, അതുപോലെ 2XL മേളിലോട്ടുള്ളവർ സ്വന്തം റിസ്കിൽ വാങ്ങിക്കുക. കാരണം ചിലർക്ക് 2XL 3XL ഇടയ്ക്കായിരിക്കും വണ്ണം. പക്ഷേ കൈയുടെ വണ്ണം കൂടുതലാണ്, ചെസ്റ്റിൻ്റെ വണ്ണം കൂടുതലാണ്, ഷോൾഡറിൻ്റെ വണ്ണം വിരിവ് കൂടുതലാണ്, അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ അത് പ്രശ്നമാവും. അതെല്ലാം പ്രശ്നമില്ല എങ്കിൽ വാങ്ങിക്കാം. ഇത് നമ്മളുടെ സ്കിന്നിനനുസരിച്ച് ഇത് ഫിറ്റ് ആവുക ചെയ്യുന്നത്. സ്കിൻ ഫിറ്റാണ് ബ്ലൗസ്. ഇങ്ങനത്തെ ധാരാളം എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം. ലാസ്റ്റിലത്തെ വീഡിയോ പോലും ഇതായിരുന്നു, ബ്ലൗസ് ആയിരുന്നു. ഇന്നും എൻ്റെ എളുപ്പത്തിന് വേണ്ടി വീണ്ടും ഒരു ബ്ലൗസ് വന്നപ്പോൾ ഞാനങ്ങ് കാണിക്കുക, വേറെ വീഡിയോ എടുക്കാൻ സമയമില്ലാത്തതുകൊണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഈ ബ്ലൗസ് ഇങ്ങനെ അടുപ്പിച്ച് കാണിക്കുന്നത് എനിക്കും ഇഷ്ടമില്ല. ഇപ്പം നല്ല ഡാർക്ക് മജന്ത, റാണി പിങ്ക് എന്നൊക്കെ പറയുന്ന ഒരു കളറ്, നിറച്ചും സെൽഫ് പ്രിൻ്റാണ്. ബോഡി ഫുള്ള് അങ്ങനെയാണ്. ഇതിന് എന്നാ പറയുന്നത്, പ്രിൻസസ് കട്ടാണ്. അതാണ് ഫ്രണ്ട് വശം. പിന്നെ നെക്കൊക്കെ എങ്ങനെ വരും വെച്ചാൽ നോർമൽ നെക്കാണ്. ഒത്തിരി വൈഡായിട്ട് ഇറങ്ങിയില്ല, പക്ഷെ ഒട്ടും ഒരു ഫാഷനബിൾ അല്ലാതെ കയറി തീരെ വൈഡായിട്ട് വല്ലേക്കും ഡീസൻ്റ് ആയിട്ടാണ് അതിൻ്റെ നെക്കിൻ്റെ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും വരുന്നത്. നിങ്ങൾക്ക് കറക്റ്റ് അളവുള്ളവർക്ക് മനസ്സിലാവും. ഇതിപ്പോൾ എൻ്റെ സൈസ് ലാർജ് ആയതുകൊണ്ടോ ഇരിക്കുന്നത്, കറക്റ്റായിട്ടിരിക്കുന്നുണ്ടോ? എനിക്ക് ലാർജാന്ന് പറഞ്ഞത് തൂങ്ങി കിടക്കുന്നില്ലോ. ഇനി തീരെ കൈക്ക് വണ്ണമില്ലാത്ത സ്മോൾ സൈസുകാരൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ ചെറുതായിട്ടൊന്ന് ഓൾട്ടർ ചെയ്ത് കൊടുക്കണം. ഇതാദ്യത്തെ ബ്ലൗസ്. അടുത്തത് റെഡ്. ക്രിസ്മസിനൊക്കെ ഇടാനായിട്ട്, സാരിയുടെ കൂടെ ഇടാനായിട്ട് വേണമെങ്കിൽ ഇത് സ്ട്രെച്ചബിൾ ആണ്. കണ്ടോ, ഇങ്ങനെ സ്ട്രെച്ച് ആകും. നമ്മുടെ ഇനി വണ്ണം എനിക്ക് ഇച്ചിരി കൂടെ കൂടുതലാണെങ്കിലും ഇങ്ങനെ വന്ന് വലിഞ്ഞ് നിൽക്കും. മനസ്സിലായോ? നമ്മളിത് ഓൾട്ടർ ചെയ്യുമ്പോൾ നമ്മുടെ അളവിനെ കഴിഞ്ഞ് 1.25 ഇഞ്ച് കുറച്ച്, അതായത് എൻ്റെ 1.5 ഇഞ്ച് വണ്ണമാണ് കറക്റ്റ് എനിക്ക് കൈക്കെങ്കിൽ. ചുമ്മാ അപ്രോക്സിമേറ്റ് പറയുന്ന കേട്ടോ. 1.5 ഇഞ്ച് വണ്ണമാണെങ്കിൽ 1.5 ഇഞ്ച് കൃത്യം വെച്ച് അടിക്കരുത്. ഒരു 1-1.25 അണ്ടയിലിട്ടടിച്ചാൽ മതി. ബാക്കി സ്ട്രെച്ച് ആയിക്കോളും. അപ്പം നല്ല പെർഫെക്റ്റ് ഫിറ്റായിട്ട് ഇരിക്കും ഒന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിന് റിട്ടേൺ, എക്സ്ചേഞ്ച്, റീഫണ്ട് കാര്യങ്ങളൊന്നുമില്ല. ബ്ലൗസിന് നമ്മൾ വർഷങ്ങളായിട്ട് ബ്ലൗസ് കൊടുക്കുന്ന ഓൺലൈനിൽ ഇന്നും അങ്ങനെ തന്നെയാണ്. ഇതുണ്ടോ, ഇതിങ്ങനെ മസിലല്ല കേട്ടോ, എൻ്റെ ചുരിദാറാണ്. ഇതെപ്പോഴും വരാത്തൊരു കളറാട്ടോ. ഞാൻ അതുകൊണ്ട് തന്നെ ഈ കളർ എത്തിച്ച് ഒരു പച്ച, ബോട്ടിൽ ഗ്രീൻ അല്ലാതെ ഒരു സൈസ് എന്നാ പച്ച, ഇലപ്പച്ച എന്നൊക്കെ പറയുന്നത്. തത്തപ്പച്ച എന്ന് പറയാൻ പറ്റത്തില്ല, പാരറ്റ് ഗ്രീൻ എന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു നല്ലൊരു പച്ച, അങ്ങനെ എപ്പോഴും വരാത്തൊരു കളറാണ്. വേണ്ടവർക്ക് എടുക്കാം. നമ്മളിപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഹക്കോബ അല്ല, നമ്മളിങ്ങനെ സെൽഫ് പ്രിൻ്റ് വരുന്ന മെറ്റീരിയൽ എടുക്കുകയല്ലേ, അങ്ങനത്തെ ഇട്ട പോലെ ഇരിക്കും ബ്ലൗസ്. പിന്നെ വൈറ്റേ വരുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. ഉണ്ടോ കറക്റ്റ് പ്രിന്റ് മനസ്സിലാകുന്ന വൈറ്റ് വരുമ്പോഴാണ്. നല്ല രസമാട്ടോ. ഇതൊക്കെ മേടിച്ച് പിള്ളേർ ക്രോപ്പ് ടോപ്പ് ആയിട്ട് ഇടുന്നുണ്ട്. പെൺപിള്ളേർ ഇതിടുന്നവർ, സ്കേർട്ട് ഇടുന്നവർക്ക് അങ്ങനെ ഇടാം. ഇത് കാരണം എന്തായാലും നമുക്ക് വലിച്ച് വേണമെങ്കിൽ ഇറക്കം കൂട്ടി ഇടുകയും കുറച്ചിടുകയും ഒക്കെ ചെയ്യാം. ഇതാ ചിക്കു കളർ അല്ലെങ്കിൽ സാൻഡൽ ഷെയ്ഡ്. ഇത് കണ്ടോ, ഇതിൻ്റെ ഡിസൈൻ കണ്ടോ, ഇങ്ങനെ ഡിസൈൻ ഉണ്ട് കണ്ടോ. ബോട്ടിൽ ഗ്രീൻ. നല്ല ഭംഗിയാണ് കേട്ടോ. ബ്ലാക്ക് ഹക്കോബ എന്ന് പറയുമ്പോൾ ഈ നിറച്ചും ആ ഒരു ഇങ്ങനെ ഒരു വർക്കുണ്ട്. ഇങ്ങനെ ഒരു എന്താ പറയുന്നത്, ഒരു കുത്തു പോലത്തെ സാധനം അതില്ലെന്നേ ഉള്ളൂ. ആ ഹക്കോബയുടെ ഒക്കെ ബ്ലൗസ് വാങ്ങിച്ചിരുന്നതിൻ്റെ തന്നെ ഒരു ആ ഒരു സാധനം ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. ഹോള് അതില്ലെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട് കഴിഞ്ഞാൽ നല്ല രസമുണ്ട്. ഒരു വെറൈറ്റി ആയിട്ട് നിൽക്കുകയും ചെയ്യും. നമുക്ക് എന്നാ പറയുന്നത്, ഇത്രയും
ഇത്ര റേറ്റേ ഉള്ളൂ. പിന്നെ വാഷ് ചെയ്യുമ്പോൾ മാത്രം ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനത്തെ റേറ്റ് കുറഞ്ഞ സാധനമാണല്ലോ അത് അങ്ങനെ ചെയ്താൽ മതി, വാഷിംഗ് മെഷീനിലിട്ട് വാഷ് ചെയ്യരുത്. അത് എത്ര സാധനമാണെങ്കിലും പ്രത്യേകിച്ച് ഇതിൻ്റെ ആ മുകളിലത്തെ വർക്കൊക്കെ ഇറങ്ങി വരാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ തന്നെ എടുക്കുന്ന ഷാമ്പൂവിനകത്ത് മാത്രം ഒന്ന് മുക്കി ഒരു 5 മിനിറ്റ് വെക്കുക. എന്നിട്ട് വേറെ നല്ല വെള്ളത്തിലേക്ക് വീണ്ടും മുക്കുക. സ്പിൻ ചെയ്യരുത്, പിഴിയരുത്, അതേപടി ഇട്ട് ഉണക്കിയെടുക്കുക. അങ്ങനെ ചെയ്യാവുള്ളൂ. വാഷിംഗ് മെഷീനകത്തോ കല്ലയിലോ ഒന്നും ഇട്ട് അലക്കി എടുക്കരുത്. അതിപ്പോൾ എത്ര വില കുറഞ്ഞ സാധനമാണെന്ന് പറയുന്നത് ഓരോ സാധനവും അത് സൂക്ഷിക്കേണ്ട രീതിയുണ്ട്. അത് വില ഉണ്ടെങ്കിലും വില ഇല്ലെങ്കിലും അത് പിന്നെ ട്രീറ്റ് ചെയ്യേണ്ട രീതിക്ക് ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ എന്നാ പറയുക ലിൻറ്റ് പോകും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പം നമുക്ക് പിന്നെ എല്ലാവരും ഓർക്കും ഇത്രയും രൂപ എല്ലാം മുടക്കുന്നുള്ളൂ എന്നുള്ള രീതിക്കല്ലേ, എത്ര രൂപയായാലും ഒന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതല്ലേ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ, റിട്ടേൺ എക്സ്ചേഞ്ച് റീഫണ്ട് ഒന്നുമില്ല കേട്ടോ. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.